നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പോഴവൾക്ക് നന്ദനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അച്ഛാ. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അവളെ കാണിക്കുന്നൊക്കെ. അല്ലാതെ നന്ദനെ മോശക്കാരനാക്കാനോ വീഡിയോ വൈറലാക്കാനോ ഒന്നും അവൾക്ക് ഉദ്ദേശമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു പറയാം, വാശിയുടെ കാര്യത്തിൽ ഇത്തിരി മുൻപന്തിയിൽ തന്നെ അതിയ. അത് കൂടാതെ നോക്കണം നമ്മള്. പിന്നെ അവളുടെ അച്ഛൻ നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിലെ കണക്കുകള് അവള് നോക്കിയാൽ എന്താ തെറ്റ്? അതിന് പോലും ഇവിടുന്ന് സമ്മതിച്ചില്ലല്ലോ. അങ്ങനെ വരുമ്പോ എന്താവൂന്ന് എനിക്കറിയില്ല. അതങ്ങ് സമ്മതിച്ചു കൊടുത്തൂടെ അച്ഛന്? അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീരുമല്ലോ. അച്ഛൻ ചെന്നിട്ട് ഒറ്റ വാക്ക് രവീങ്കളിനോടൊന്ന് പറഞ്ഞു നോക്ക്, അവളും കൂടി ഇരുന്നോട്ടെ എന്ന്. അങ്ങനെയാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുത്തൂടെ ദേവ്? ആ, ഈ മൊബൈൽ വീഡിയോയുടെ പ്രശ്നം അങ്ങ് തീരുമല്ലോ. ശരണ്യ പറഞ്ഞ ലീഗൽ സൈഡ് വെച്ച് നോക്കുമ്പോ അച്ഛാ, വെറുതെ ശരണ്യ പറഞ്ഞ എന്റെ പുറകെ പോവരുത്. ഇതിപ്പോ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാ. ആ ക്ലിപ്പിംഗ്സ് എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം അച്ഛന്. ഒരിക്കലും പുറത്തു വരാത്ത വിധം നശിപ്പിച്ച് കളയാം നമുക്ക്. അതോടെ എല്ലാ പ്രശ്നവും തീരുമല്ലോ. ഇതിപ്പോ ഒരു വാക്ക് അച്ഛൻ പറഞ്ഞാ മതി. അവരുടെ പാർട്ട്ണർഷിപ്പിനുള്ളൊരു ബിസിനസ്, അവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ അവൾക്കൊരു ജോലിയും ആവും. വെറുതെ വീട്ടിലിരിക്കാൻ വേണ്ടല്ലോ. അത്തരം സൗകര്യങ്ങൾ ചെയ്യാൻ അവളുടെ അച്ഛൻ മനസ്സ് കാണിക്കുമ്പോ അച്ഛനൊന്ന് സമ്മതം മൂളിയെ പോരെ? അമ്മ എന്തു പറയുന്നു? എനിക്കൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്നാ ശരണ്യ പറഞ്ഞ കാര്യങ്ങള് തള്ളിക്കളയരുത്. അതനുസരിച്ച് ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ ഒന്നിൽ കൂടുതൽ കോപ്പികളെ എടുത്തു വെച്ചിട്ടുണ്ടാവില്ലേ?